തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഗോൾഡൻ ഹിറ്റ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ സുന്ദരി കുട്ടി നീഹാര കുട്ടി എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം നീഹാര ഓൺ സ്റ്റേജ്. എന്താ വരുമ്പോഴേ അപമാനിക്കുകയാണ് ഹലോ നീഹാര, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. നീഹാരയുടെ വീട്ടില് എന്തെങ്കിലും പാചകം ചെയ്യാറുണ്ടോ? ആ പറ വിന്യാന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓംലെറ്റ്, ചൂടുവെള്ളം, പപ്പടം കാച്ചും, നൂഡിൽസ് ഉണ്ടാക്കും. പിന്നെ ഒരു കാര്യം എന്നും ഉണ്ടാക്കുമല്ലോ, എന്നും ചൂടുവെള്ളം, വഴക്ക്. എല്ലാ വീട്ടിലുണ്ട്. ഏത് പാട്ടാ? സ്വയംവര ശുഭദിന മംഗളം. സ്വയംവര ശുഭദിന. ആ പാട്ടല്ലേ ഉഗ്രം പാട്ട്. മ്യൂസിക് രവീന്ദ്ര ജെയിൻ മാസ്റ്റർ. ദാസേട്ടനെ കൊണ്ട് കുറെ ഹിന്ദി പാട്ട് പഠിപ്പിച്ചിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ലിറിക്സ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സർ. പാടിയത് ആശാ ഭോസ്ലെ സർ. ആശാ ഭോസ്ലെ മാം. മൂവി സുജാത. വർഷം 1977. ഇതിൽ വേറെ നല്ല ഉഗ്രം പാട്ടുകളുണ്ട്. ആശ്രിതവത്സലനെ താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ. അതെ, അതൊക്കെ ഇതിലെ പാട്ടുകളാ. എനിക്കും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആശാജിയുടെ ഒപ്പം പാടാനുള്ള ഒരു ഭാഗ്യം. ചന്ദ്രമുഖിയിലെ കൊഞ്ചം നേരം. അതെ, അപ്പൊ എന്തായാലും അല്ല അപ്പൊ പാടിപ്പങ്ങാനും കണ്ടോ? ഇല്ല, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പാടുന്നതിന്റെ തലേ ദിവസം ആശാജി പാടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാടുന്നത്. അപ്പൊ എന്നെ വിദ്യാജിയുടെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു, മുരുകൻ വിളിച്ചു, തലേ ദിവസം വിളിച്ചു. ഒരു ബ്യൂട്ടിഫുൾ സോങ് இருக்கு பாடுறதுக்கு. அது வந்து ரஜினி சாரோட மூவி. அது இப்ப சொல்றேன். இன்னொரு விஷயம் அது சர்ப்ரைஸ் உங்களுக்கு. രജനി സാറുടെ മൂവി എന്ന് പറഞ്ഞപ്പോ തന്നെ മധുച്ചേട്ടൻ തല ഇറങ്ങി. അതെ, இன்னொரு விஷயம் സർപ്രൈസ് உங்களுக்கு. അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞപ്പോ വിദ്യാസാഗർ സാറ് പാട്ട് എന്നെ പഠിപ്പിച്ചു. എന്നിട്ട് പാട്ട് പ്ലേ ചെയ്തു. അപ്പൊ ഒരു ഫീമെയിൽ വോയിസ് അത് കേൾക്കാം. അപ്പൊ എന്റെ മുഖത്തേക്ക് നോക്കി, യാറ്. അപ്പൊ ജാനകി അമ്മ. എനിക്ക് അതുപോലെ തോന്നിയ ജാനകി അമ്മ പോലെ. ജാനകി അമ്മ നോ, ലതാജി നോ, ആശാ ഭോസ്ലെജി കറക്റ്റ്. അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി ജീവിതത്തിൽ. എന്റെ തമിഴില് ശരിക്കും ഒരു മെഗാ ഹിറ്റ് സോങ് എന്ന് പറയുന്ന ഫസ്റ്റ് സോങ് കനാക്കണ്ടി തോഴി. കൊഞ്ചം നേരം കൂടി വന്നപ്പോ വളരെ രജനി സാറിന്റെ പടമല്ലേ, ഭയങ്കര പോപ്പുലറായി. ഇതേപോലെ എനിക്ക് ഇത് ഒരു വലിയൊരു നഷ്ടം പറ്റിയത്, ഞാൻ ഇതേവരെ തമിഴ് പാടിയിട്ടില്ല. തെലുങ്കിൽ പാടി ഒരു പാട്ട് പാടിയുള്ളൂ, ചിങ്ങമാസത്തിന്റെ. പക്ഷെ തമിഴിൽ ഇതുവരെ പാടിയിട്ടില്ല. പക്ഷെ പാടാൻ വേണ്ടി ഒരു പാട്ട് പാടാൻ വേണ്ടി സൂര്യ ഫിലിംസ് എന്നൊരു അതാന്ന് തോന്നും. അങ്ങനെ ഇപ്പൊ നമ്മള് ഫാമിലി, പപ്പ, നമ്മള് അമ്മി, അനിയത്തി എല്ലാരും കൂടെ പോയി. അപ്പൊ റെക്കോർഡിങ്ങിന് തലേ ദിവസം തന്നെ പോയി. അപ്പൊ ഞങ്ങൾക്ക് പാടാൻ വെച്ചിരിക്കുന്ന ആ ദിവസത്തേക്ക് ലിറിക്സ് എന്തോ കുറച്ചുകൂടെ ആവാനുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഒരു രക്ഷയില്ല. രാജസേനൻ സാറിന്റെ പറഞ്ഞ് ഏൽപ്പിച്ച ഒരു പ്രോഗ്രാം പുനലൂര്, എന്റെ ഒരു പ്രോഗ്രാം എടുത്തു വെച്ചേക്കുക. നമുക്ക് പ്രോഗ്രാം എടുത്താൽ നമുക്ക് എന്തിനി ആകാശം ഇടിഞ്ഞു വീണാലും ആ സ്ഥലത്ത് നമ്മളവിടെ എത്തണം. അപ്പൊ മുരുകൻ ചേട്ടനോട് ചോദിച്ചു, ഒരു ദിവസം കൂടെ ഒന്ന് നിന്നിട്ട് പോയാ നിങ്ങക്ക് ഈ പാട്ട് പാടിട്ട് പോവാം. പാടാൻ പറ്റിയില്ല. അവിടെ നമ്മളെല്ലാരും സങ്കടത്തോടെ തിരിച്ചു. പക്ഷെ പിന്നീട് ആ പാട്ട് വന്നതാണ് അതായത് വിദ്യാജിയുടെ ഒരു പ്രോഗ്രാമിന് ഇത് പറയുമ്പോ എനിക്ക് അതാണ് അതിന്റെ ഇത്. എന്താ പറയാൻ, ഭാഗ്യമില്ല, തലയിൽ വരച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. വേറെ എന്തൊക്കെയോ നല്ലത് വരാനുണ്ട്. ഇനി എപ്പോ വരും. പാടാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിൻ്റെ ആശംസകൾ. സ്വയംവര ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിൻ്റെ ആശംസകൾ. പ്രിയതോഴി നിനക്കെന്നേ
അപ്പോൾ നീഹാരക്കുട്ടി എന്താ സർ? നന്നായിരുന്നു, നല്ല സെലക്ഷൻ. താങ്ക് യു സർ. രവീന്ദ്ര ജെയിൻ സാറിൻ്റെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ശബ്ദം ദാസേട്ടൻ്റെ ആണെന്ന് പറഞ്ഞ സംഗീത സംവിധായകനാണ്. എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കാണണം അതെ, എന്ന് കാണണമെന്ന് ആഗ്രഹമുള്ള, കണ്ണിന് കാഴ്ച കിട്ടിയാൽ ആദ്യം കാണേണ്ടത് ആരെയാന്ന് ചോദിച്ചപ്പോൾ ദാസേട്ടനെയാണെന്ന് പറഞ്ഞു. യെസ്. നോർത്ത് ഇന്ത്യൻ സംഗീത സംവിധായകരുടെ മിക്കപ്പോഴും വരികൾ എഴുതുന്നത് ചിലപ്പോൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചേട്ടനായിരിക്കും, അല്ലെങ്കിൽ ചില ഡബ്ബിംഗ് മൂവീസൊക്കെ എഴുതുന്നത് കൂടുതലും അതിൻ്റെ ഡയലോഗ്സ് അടക്കം ഇവിടെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു. ഉഗ്രനായിട്ട് പാടി പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് പല്ലവി, ഫസ്റ്റ് പല്ലവി നന്നായിരുന്നു. താങ്ക് യു സർ. പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത് അനുപല്ലവിയിൽ നിന്നാണ്. പ്രിയതമൻ അണയുന്ന ഒന്ന് പാടിയേ. മഴമുകിലായി നിന്നിൽ പെയ്തലിയാ പ്രിയതമനണയുന്ന ഈ പ്രിയതമനണയുന്ന എന്ന് പാടണ്ട, അത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നമാണ്, ഒരു അപാകതയുണ്ട്. അപ്പൊ പ്രിയതമനണയുന്ന അതെ എന്ന് പാടിയാൽ മതി. പിന്നെ അടുത്ത ലൈൻ, അടുത്തത് അണയുന്ന മധു പോലെ തന്നെയാണ് വിധു. വിധു കറക്റ്റ്. മധു മാത്രം അങ്ങനെ പറഞ്ഞാൽ പോരാ, വിധുവിനെയും സ്നേഹിക്കണം. ഓക്കെ, വിധുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ. പിന്നെ കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. ഹൃദയാഭിലാഷങ്ങൾ ഒന്നു ചേരും, അവിടെ കുറച്ച് ശ്രുതി, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം വളരെ മനോഹരമായിരുന്നു. നല്ല സിംഗറാണ്, വളരെ വളരെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള സിംഗറാണ് നമ്മുടെ നീഹാരക്കുട്ടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നീഹാരക്കുട്ടി, എന്തോ വേറെ ഒന്നും പറയാനില്ല. ഈ സംഗമലഹരികളിൽ അതുപോലെ തന്നെ ഹൃദയാഭിലാഷം, ആ 2 ലൈൻ കറക്റ്റായിട്ട് സംഗതി ഹിറ്റായില്ല. പക്ഷെ ഇപ്പൊ പാടിച്ചപ്പോൾ നന്നായി. പക്ഷെ എനിക്ക് പിന്നീട് ആ ചരണം അരയന്നങ്ങളായി ഒഴുകുന്ന അവിടുന്ന് തൊട്ട് നല്ല രസമായിരുന്നു. പിന്നെ അനുപല്ലവി വന്ന് നിർത്തുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഡൗട്ട് വന്നോ? ഒരു സംഗതി ഇങ്ങനെ വന്നില്ലേ, അതേതായിരുന്നത്? അത് ആ സംഗതിയും കറക്റ്റ് ആക്കാനുണ്ട്. ശരിയാ, റിമി, അത് കുറച്ചും കൂടി റിലാക്സ് ആക്കാൻ. നീഹാരയുടെ സൗണ്ടൊക്കെ ഞങ്ങളെല്ലാം അടിമയി. മുതലാളിയാ നമ്മളെ അടിമയാക്കി വെക്കാൻ. സന്തോഷായി, നല്ല രസമായിട്ട് പാടി. ഈ പാട്ടിന് ഒരു പ്രത്യേക എനർജി പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മളിവിടെ എല്ലാം ഇങ്ങനെയായിരുന്നു, എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ഒരു ഫീലായിരുന്നു. പിന്നെ നിഹാരയ്ക്ക് വേറൊരു കുൽസിത സ്വഭാവം ഉണ്ട് കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തോ മോശപ്പെട്ട കാര്യം കേട്ടോ. അതെ അതെ, നമ്മൾ ആരെല്ലാം അടുത്ത് നിന്ന് ആരും അടുത്ത് ചെല്ലത്തില്ല. നിഹാരയുടെ രോമം പറിച്ചെടുക്കുന്നു. നോണ പറയരുത്. അത് സ്നേഹം അപ്പൊ രോമം പറിക്കാറില്ലേ? രോമം പിഴുതെടുക്കാന്നുള്ള കുട്ടിയുടെ ഒരു ഹോബിയാണ്. ഒത്തിരി വേദനിപ്പിക്കൊന്നുമില്ല, ചെറുതായിട്ട് കൊണ്ടുപോയി. ഒരാളില്ലേ മധുങ്ങളൊക്കെ പറയത്തില്ലായിരുന്നു മുടി വെട്ടി വെക്കും, അതുപോലെ വേറെ. അപ്പൊ നീഹാരക്കുട്ടി, എന്താ സർ? ഇന്ന് നീഹാരയ്ക്ക് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് അങ്ങനെ പറയില്ലേ, അത് വളരെ കുറഞ്ഞു പോയി. കുഴപ്പമില്ല, ചേച്ചിയോട് ചോദിക്കും. എനിക്ക് ഇത്രയും കുറയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ നീഹാരക്കുട്ടിക്ക് ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് 98 out of 100. ഓക്കെ, ആദ്യ ഒരു രവീന്ദ്ര ജെയിൻ സാബ് പൂക്കുറ്റി. ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിന്റെ ആശംസകൾ. സമാനതകളില്ലാത്ത രുചി. LG കായം.